ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? തക്കാളിയും സവാളയും ഒന്നും ചേർക്കാത്തൊരു നാടൻ ബീഫ് റോസ്റ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. 1.5 കിലോ ബീഫാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിതിവിടെ നുറുക്കി വൃത്തിയായി കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1/4 കപ്പ് ചെറിയുള്ളി വേണം, 8 അല്ലി വെളുത്തുള്ളി, 6 പച്ചമുളക്, ഒരു മീഡിയം സൈസ് ഇഞ്ചി. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ: 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മളിതിൽ പച്ചമുളക് ചതച്ചിട്ടാണ് ചേർക്കുന്നത്, കൂടാതെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് കേട്ടോ വേണ്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നെ ഏറ്റവും അവസാനം 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 4 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി എന്നിവ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം പച്ചമുളകും ഇതിലിട്ടൊന്ന് ചതച്ചെടുക്കണം. പിന്നെ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ അളവ് അവരവരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാട്ടോ. ഇത് വലിയ എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് ഞാൻ 6 എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങളെടുക്കുക. ഇപ്പോൾ പച്ചമുളകും ചതച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി വാരാൻ വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുത്ത് മസാലപ്പൊടികൾ ചേർക്കുക. മല്ലിപ്പൊടിയും മുളക് പൊടിയും സെയിം അളവിലെടുക്കാൻ നോക്കുക കേട്ടോ. മല്ലി കൂടിയിട്ടുണ്ടെങ്കിൽ വിചാരിച്ചത്ര രുചി ഉണ്ടാവില്ല. ഇതിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളകൊക്കെ ചേർത്ത് ഇനി നന്നായി കൈകൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ മസാലയൊക്കെ നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. പാകത്തിന് എരിവും ഉപ്പും ഒക്കെ ഉണ്ടോയെന്ന് ഇപ്പോൾ നോക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക. കറക്റ്റ് 2 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടതാണ്. ഇപ്പോൾ എയറൊക്കെ പോയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഓരോരോ ബീഫിനനുസരിച്ചായിരിക്കും വേവ്. നമുക്കിവിടെ 3/4 വേവാണ് വേണ്ടത്. ബാക്കി നമ്മളിനി ഇതുപോലൊരു ചീനച്ചട്ടിയിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. 3/4 വേവെന്ന് പറയുമ്പോൾ ബീഫ് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടുക, അത്രമാത്രം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിനി ചട്ടിയിലിട്ടിട്ട് ബീഫിലെ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ള് വെന്ത ബീഫാണെങ്കിൽ വെള്ളം വറ്റുമ്പോഴേക്കും ആകെ പൊടിഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു വേവെന്ന് പറഞ്ഞത്. ഞാനിവിടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 10-12 മണി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് പൊട്ടട്ടെ. പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ബീഫ് ഇതിലേക്ക് മാറ്റാം. കാശ്മീരി മുളക് പൊടിയാണല്ലോ ചേർത്തത്, അതുകൊണ്ട് വല്ലാതെ അങ്ങ് എരിവില്ല. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ ടേസ്റ്റും കൂടും, കാണാനും ഭംഗിയുണ്ടാവും. ഇനി മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചേർക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം, 4 ഗ്രാമ്പു, 1/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി. നമ്മളിതിൽ ഉള്ളി തൂമിച്ചൊഴിക്കുകയോ അല്ലെങ്കിൽ സവാള വഴറ്റി ചേർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ നല്ലൊരു സ്മെല്ല് കിട്ടുക. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിനു മുൻപ് ബീഫ് വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. മസാലയൊക്കെ കറക്റ്റ് പാകത്തിലാട്ടോ. 1.5 കിലോ ബീഫിലേക്ക് ഞാനെടുത്ത ഇൻഗ്രീഡിയൻസ് കറക്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബീഫൊക്കെ അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവ് ചെയ്യാം.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. അപ്പോൾ താങ്ക് യു, ബൈ.